തമിഴ്നാട്ടിൽ ഈ ഉദയനിധി സ്റ്റാലിനെ ഗവൺമെൻറ്, അതായത് വിജയ് ടി.വി.കെ സർക്കാർ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പരാമർശം തൃശയുമായി ബന്ധപ്പെട്ട് തൃശയും വിജയിനെയും കൂടി, അതായത് നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രിയെയും സിനിമാ നടി തൃശയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദ്വയാർത്ഥ പരാമർശം നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഉദയനിധി സ്റ്റാലിനെ മുൻ DMK സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന നേതാവിനെ ഇപ്പോൾ ടി.വി.കെ വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം കൂട്ടിവെച്ച് പറയേണ്ട മറ്റൊരു കാര്യം, VD സതീശൻ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പം അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ തനതാന പാചക കൂട്ടുകളുണ്ട്, അത് നിങ്ങൾ വരും തലമുറയിലെ മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ ആദ്യം മക്കൾ എന്ന് പറയുന്നു, പിന്നീട് പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നു. അപ്പം സതീശൻ പരാമർശിച്ചത് സ്ത്രീവിരുദ്ധ പരാമർശമാണ്, സ്ത്രീകളെ അടുക്കളയിൽ മാത്രം നിർത്തേണ്ട അത്തരത്തിലുള്ള ഒരു മീനിങ് ആണ് സതീശൻ വെച്ചത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള വിവാദങ്ങൾ സതീശനെതിരെ വരുന്നു. അതിനെതിരെ സതീശൻ പിന്നീട് വാർത്താമാധ്യമങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ മക്കൾ എന്നുള്ള വാക്കാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. മക്കൾ എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്ത്രീ എന്ന് മാത്രമല്ല, അവിടെ മക്കൾ എന്ന് പറയുമ്പോൾ ആൺമക്കളും പെടും പെൺമക്കളും പെടും എന്ന് സതീശൻ പറയുന്നുണ്ട്. നിങ്ങളതെല്ലാം വളച്ചൊടിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലത്തെ ഒരു സംഭവമാണ് അവിടെ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്ത്രീവിരുദ്ധ പരാമർശം എന്ന് പറയുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശമാണ്. എന്താണ് സതീശൻ്റെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് പലപ്പോഴും ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത, തമിഴ്നാട്ടിൽ വിജയ് ആദ്യം മുഖ്യമന്ത്രിയാകുകയാണ്. അദ്ദേഹം ചില നല്ല പരിഷ്കാരങ്ങൾ നടത്താൻ നോക്കുന്നു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പലതും. അതുപോലെ ഇവിടെ സതീശനും ഭരണം എന്നുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മറ്റുള്ള താരതമ്യം കഴിഞ്ഞ അടുത്ത കാലത്തുണ്ടായ ഏത് മുഖ്യമന്ത്രിയെക്കാളും ഈവൻ അച്യുതാനന്ദൻ്റെക്കാൾ കൂടുതൽ കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നു സതീശൻ. താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, ഒരു സ്ട്രിക്റ്റായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കണ്ടുപിടിക്കേണ്ട വിഷയം തന്നെ സതീശനെതിരായി കണ്ടുപിടിക്കുന്നവൾ തന്നെയാണ് അവിടെ ഇയാൾ കാണുന്നത്. തൃശയുമായി ബന്ധപ്പെടുത്തി ദ്വയാർത്ഥ പ്രയോഗം നടത്തി. അപ്പോൾ ഈ ദ്വയാർത്ഥ പ്രയോഗത്തെ തെറ്റോ ശരിയെന്ന് ഇവിടെ സ്ഥിരമായി നടത്തി നമ്മൾ തന്നെ സംസാരത്തിനിടയ്ക്ക് പലപ്പോഴും ഉപയോഗിക്കും, അല്ലേ? ഇപ്പം മഹാഭാരതത്തിലെ താടക അല്ലെ ശൂർപ്പണക എന്ന് വിളിച്ചാൽ അതിൻ്റെ പേര് എന്നെ കളിയാക്കുക എന്ന് പറയാം. പക്ഷെ അതൊരു ദ്വയാർത്ഥ പ്രയോഗം അല്ല, ഒരു കമ്പാരിസണാണ്. ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, ശൂർപ്പണയുടെ സ്വഭാവം ഇവർക്കുണ്ടോ ഇല്ലയോ? ഇപ്പോൾ വീണ ജോർജിനെ ശൈലജ ടീച്ചറെ നമ്മൾ ഒരേ സ്വഭാവമായിട്ടാണോ കാണുന്നത്? എങ്ങനെ കാണും? ശൈലജ ടീച്ചറെ മാലാഖയായിട്ട് കണ്ടവരുണ്ട്, വീണ ജോർജിനെ എങ്ങനെ കണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അത് യഥാർത്ഥ പ്രയോഗമായിരിക്കാൻ വേണ്ടി പറയുന്നില്ല. രണ്ടുപേരെയും ഇപ്പോൾ പോലും CPM-ൻ്റെ അണികളോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ 90 പേരും ശൈലജ ടീച്ചറിന് അനുകൂലമായിട്ടും 10 പേര് ചിലപ്പം വീണ ജോർജിനെ അനുകൂലമായിട്ട് ചെയ്യും. എന്താ ചെയ്യാൻ കാരണം എന്താ? രണ്ടുപേരുടെയും പ്രവൃത്തി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ടുപേരുടെയും പ്രവൃത്തി ഒരേ വകുപ്പാണെങ്കിലും വ്യത്യസ്ത രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. വിജയ്, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിജയ് ഇങ്ങനത്തെ പറയാനുള്ള കാരണം അതിന് പരാതിപ്പെടേണ്ട ആളാരാ യഥാർത്ഥത്തിൽ? തൃശയല്ലേ? എന്നെ അപമാനിക്കത്തക്ക രീതിയിൽ സംസാരിച്ചു, അല്ലെ എനിക്ക് വിഷമം ഉണ്ടാക്കത്തക്ക രീതിയിൽ സംസാരിച്ചു, അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവർ പറയുക, പ്രൊട്ടസ്റ്റ് പറയുക, ഇനി മേലെ ഇങ്ങനെ പറയരുതല്ലേ, പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ വിജയ് അവരോട് ക്ഷമ പറയുക, പിൻവലിക്കുക, എന്ത് വേണമായിക്കോട്ടെ. പക്ഷെ അത് പറയാൻ മൂന്നാമതൊരാൾക്ക് എന്താ കാര്യം? ഇനി ഞാനത് എൻജോയ് ചെയ്യുക. എന്നെ ഇപ്പോൾ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ എൻജോയ് ചെയ്തോ? കാരണഭൂതൻ എന്ന് പറഞ്ഞപ്പോൾ എൻജോയ് ചെയ്തോ? അതിനാ? അതൊക്കെ ദ്വയാർത്ഥ പ്രയോഗമല്ലേ? കാരണം ഇരട്ടച്ചങ്കനാണോ പിണറായി വിജയനാണോ? എനിക്കറിയത്തില്ല. ആണെങ്കിൽ പറയണം. അതിന് സയന്റിഫിക്കലി അതിന് പ്രത്യേക പരിശോധന നടത്തേണ്ടത്. 2 ചങ്ക് ഉണ്ടായിരുന്നു. EP ജയരാജനാണ് വെടിയുണ്ടെന്ന് ഇട്ടുകൊടുക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരട്ടച്ചങ്കനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിണറായി വിജയൻ ഇരട്ടച്ചങ്കോ 10 ചങ്കോ 100 ചങ്കോ ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. അതുപോലെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നടപടി എടുക്കുക എന്നുള്ളത് വിവേചന അധികാരമാണ്. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം ഇത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, തൃശയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. തൃശ പറയണം, ഇത് എന്നെ അപമാനിച്ചു, എനിക്കത് ഫീൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കൂടി ചേർത്തിയിട്ടാണ് ഈ സാധനം പറയുന്നത്. അങ്ങനെ കൂടെ ചേർത്താ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ക്രോസ് വെരിഫിക്കേഷൻ ആവശ്യമായിരുന്നു. തൃശയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലയോ, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. തൃശയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് അവിടുന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ സതീശൻ എന്നാ പറഞ്ഞു, നമ്മുടെ അമ്മമാരും അത് ഏത് മതജാതികളിൽപ്പെട്ടവരാണേലും അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇപ്പോൾ പത്തിരിയും ഒക്കെ ആയിരിക്കും ഇവിടെ ക്രിസ്ത്യൻ വീടുകളിൽ, മുസ്ലിം വീടുകളിൽ ചിലപ്പോൾ ബിരിയാണി അതുപോലുള്ള സാധനങ്ങളായിരിക്കും, ഹിന്ദു വീടുകളിൽ വല്ല അവൽ നനച്ചതോ പുട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിലും പാചകം, അവിയൽ, സാമ്പാറൊക്കെ ഹിന്ദു വീടുകളിലുണ്ടാകും. അപ്പോൾ പെൺകുട്ടികളോട് മക്കളോട് പറഞ്ഞു കൊടുക്കും, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും. ഇന്നത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ആണുങ്ങൾ പാചകം ചെയ്യുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം വീടുകളിലും പാചകത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്
സ്ത്രീകളുടെ കഷ്ടത്താണ്. അമ്മ ഉണ്ടാക്കി തരുന്ന ചോറ്, അമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തി എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. മക്കൾ പറയും, പെൺമക്കളും ആമക്കളും പറയും. അതിൻ്റെ അർത്ഥം അമ്മ എന്നുള്ള റോളിലാണ് ഈ മക്കളെ കണ്ടത്. നാളെ ഏതെങ്കിലും വീട്ടിൽ നാളെ മക്കളെ വളർത്താൻ അല്ലെങ്കിൽ ആ വീട്ടിലെ മറ്റുള്ളവരുടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അറിവ്, പ്രാഥമികമായ അറിവ്, ഏറ്റവും മഹത്തായ അറിവ് തന്നെയാണ്. അത് ഇല്ലാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ അതാണ് ഗമയെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയത്തില്ല. അല്ലെ, അത് പഠിക്കാൻ എല്ലാ പെണ്ണുങ്ങളും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കല്യാണമൊക്കെ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ അമ്മമാർ പഠിപ്പിക്കും. ബിരിയാണി എങ്ങനെ വെക്കേണ്ടത്, ഇറച്ചി എങ്ങനെയാണ് മുറിക്കേണ്ടത്, മീൻകറി എങ്ങനെയാണ് വെക്കേണ്ടത്, ഇത് പഠിപ്പിക്കുകയാണ്. ഇവിടെ വായിക്കൂടെ വെള്ളം വരുന്നു. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നാമത് ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വേർഡ് എന്നുള്ള സാധനം അവിടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, സാറിന് മാരേജ് കഴിഞ്ഞാണല്ലോ, സാറിനെ പിന്നെ വൈഫ് എന്നാണല്ലോ പറയാറുള്ളത്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. വൈഫ് എന്നൊരിക്കലും വിളിക്കാൻ പാടില്ല. പകരം നിങ്ങൾ വിളിക്കേണ്ടത് പാർട്ട്ണർ എന്നുള്ളതാണ്, പങ്കാളി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളാണ് സതീശൻ അവിടെ യൂസ് ചെയ്തു എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, പങ്കാളി എന്ന് പറയുന്ന ലീവ് ടുഗദർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ താമസിക്കുന്നത്? ലിവിങ് ടുഗദർ, ലിവിങ് ടുഗദർ ആരൊക്കെ താമസിക്കും? ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ള സാധനമാണ്. അതിപ്പം ഒരാണും പെണ്ണും ആയിക്കോട്ടെ, ഒരാണും ആണും ആയിക്കോട്ടെ, പെണ്ണും പെണ്ണും ആയിക്കോട്ടെ, ദർ ലിവിങ് ടുഗദർ, ഒരുമിച്ച് അവർ താമസിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത്ര അർത്ഥമുള്ളൂ. അപ്പം ആ ലെവൽ വരെ വളർന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഈ പങ്കാളി എന്ന് പറയുന്നു, ജാതി പറയാൻ പാടില്ല, അതൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ ജാതീയമായ വിവേചനങ്ങൾ. ഇന്ന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ എപ്പോഴും മാരേജ് കോളേജിനെ പറ്റി പറയും. കാരണം മാരേജ് കോളേജ് അത്ര മോശമല്ലാത്ത കോളേജാണ്. അവിടെ SFI ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കോളേജാണ്. ഈ കോളേജിൽ നിന്ന് പഠിച്ചു പോയ എത്ര പേര് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തിട്ടുണ്ടാവും? എല്ലാവരും മതേതരത്വത്തിൻ്റെ ചെകുവരയുടെ ജേഴ്സിയാണ് അവിടെ പിള്ളേർക്കെല്ലാം ഉള്ളത്. എത്ര പേര് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തിട്ടുണ്ടാവും പറയാമോ? മതേതരമാണ് പറയുന്നെങ്കിൽ, ഇവർ പറയുന്ന ജാതി വിരുദ്ധത ഇവർക്കുണ്ടെങ്കിൽ ആദ്യം ഇത് പ്രായോഗികമാക്കേണ്ട ചെറുപ്പക്കാരുടെ തലമുറയല്ലേ? അവർ ചെയ്യുന്നുണ്ടോ? അത് ഞാൻ ഉദാഹരണം പറയുന്നത്. അപ്പോൾ ഇവിടെ സതീശൻ്റെ കമൻറ്റിനെ കുറ്റപ്പെടുത്തണോ വേണ്ടയോ? അത് എൻ്റെ സതീശനെ അതിൻ്റെ പേര് ക്രൂശിക്കുന്നതിനാ? ഈ നാട്ടിൽ നടക്കുന്നൊരു കാര്യം പറഞ്ഞു പറയാതിരിക്കാൻ പറ്റുമോ? അച്ഛനും അമ്മയും മരിക്കുമ്പോൾ കർമ്മം ചെയ്യണം, അത് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതെന്തിനാ? എന്താ കാര്യം? അത് എന്തിനാ വിവിധ രീതി? ഒരു കൂട്ടർ ദഹിപ്പിക്കുമ്പം മറ്റേ കൂട്ടർ കല്ലറയിൽ അടക്കുന്നേ? എന്തിനാ അടക്കുന്നത്? അത് നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. സൗകര്യത്തിൽ കത്തിക്കും, ഇല്ല മൂട്ടിയിട്ട് കത്തിക്കും, ഇല്ലേ? മാവിൻ്റെ വറവ് കൊണ്ട് കത്തിക്കാനൊന്നും ആരും പോവുകയില്ല. മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും. ഇപ്പോൾ അവിടെ ഗാസയിലൊക്കെ കാണുന്നതല്ലേ? ഇവിടെ നടക്കുന്നില്ലേ? വെള്ളപ്പോ സുനാമിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാ ചെയ്യുന്നത്? അപ്പം അങ്ങനെ ആചാരങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ, ആൺ പെൺ വ്യത്യാസം എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ട്. അതിനെപ്പറ്റി വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം. ആ വ്യത്യാസത്തിൻ്റെ ബേസ് ചെയ്തൊരു അഭിപ്രായം പറഞ്ഞു. സാധാരണ നടക്കുന്ന കാര്യം വെച്ച് സതീശന് അഭിപ്രായം പറയും. സ്വപ്നത്തിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യം വെച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ സോഷ്യലിസ്റ്റത്തെക്കുറിച്ച് പറയണോ സതീശൻ? നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആൺമക്കളെ കൂടെ പഠിപ്പിക്കണം, അമ്മമാരോട് ഉപദേശിച്ച് നടക്കുമോ? ഇവിടെ ബോധവൽക്കരണം, മദ്യപാനത്തിനെതിരായിട്ട് ബോധവൽക്കരണം നടത്താണെങ്കിൽ എത്ര കോടി രൂപ സർക്കാർ മുടിച്ചു? ഞങ്ങൾക്ക് ബോധവൽക്കരണത്തിലാണ് പ്രാധാന്യം, നിരോധനത്തിലല്ലെന്നാണ് പറഞ്ഞത്. CPM പറഞ്ഞത്. അതിന് എത്ര രൂപ മുടിച്ചു? ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കള്ള് കുടിക്കുന്നതാണോ തെറ്റ്? പാചകം പഠിക്കുന്നതാണോ തെറ്റ്? അല്ല, എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും. മദ്യപാനം നിർത്തണമെന്ന് മക്കൾ ഉപദേശിച്ച് മക്കളോടും പെൺമക്കളോടും പറഞ്ഞാൽ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണോ? അല്ല, അവിടെ ഈ പറഞ്ഞ പോലെ സതീശനത്തിലെ ആരോപണം എന്ന് പറഞ്ഞാൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. അതെങ്ങനെ സ്ത്രീവിരുദ്ധാകുന്നതെന്ന് ചോദിച്ചാൽ, അതെ, സ്ത്രീകളെ ഈ പറഞ്ഞ പോലെ പാചകം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന രീതിയിൽ സതീശൻ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് സാധനം വളച്ചൊടുക്കപ്പെട്ടത്. കാരണം സതീശൻ പറഞ്ഞത് മക്കളോടും പെൺമക്കളോടൊക്കെ നിങ്ങളുടെ തനതായ രുചിക്കൂട്ട് പകർന്നു നിൽക്കണം, കൈമാറി കൊടുക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മലബാറിൽ ഉണ്ടാക്കുന്ന ഫുഡ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അത് തെക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ വ്യത്യസ്തമാണ്, മധ്യ കേരളത്തിലോട്ട് വരുമ്പോൾ അത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോ മീൻകറി തന്നെ ഉണ്ടാകുന്ന പല സ്ഥലത്തും പല രീതിയിലാണ്, പല രീതി. അപ്പം നിങ്ങൾ തനതായ കൂട്ട് അത് നിങ്ങൾ വരും തലമുറക്ക് കൈമാറി കൊടുക്കണം, നിങ്ങൾ മക്കൾക്കും പെൺമക്കൾക്കും എന്നാണ് പറഞ്ഞത്. മക്കൾക്കും പെൺമക്കൾക്കും ആ രണ്ടാമത്തെ വാക്കാണ് അവിടെ സ്ട്രൈക്ക് ആയാലും അതിനാണ് വിവിധ തരത്തിൽ വിവാദങ്ങൾ വന്നത്. അത് ബുദ്ധിജീവികൾ, ഭാഗ്യലക്ഷ്മി പോലുള്ള സിനിമാ കൾച്ചറൽ എല്ലാവരും വന്നിട്ടുണ്ട്, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പിന്നെ ശ്രീമതി ടീച്ചർ, ശൈലജ, ഇവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ, PP ദിവ്യ ഒക്കെ വന്നു കാണും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി. കാരണം നവീൻ ബാബു ഇപ്പോൾ ദിവ്യയുടെ താല്പര്യത്തിനെതിരായി തട്ടിക്കളഞ്ഞില്ലേ? അങ്ങനെ പെരുമാറണമെന്നാണ് പഠിപ്പിക്കുന്നത്. പെൺമക്കളെ അങ്ങനെ പെരുമാറണം, ദിവ്യയുടെ കൂട്ട് പെരുമാറണം പഠിപ്പിക്കുന്ന അമ്മമാർ, പഠിപ്പിക്കേണ്ടത്. നിന്നെ ദ്രോഹിക്കുന്ന ആണുങ്ങൾ ആരായാലും അവനെ ഇല്ലാതാക്കിയേക്ക്. അതല്ലേ അവിടെ സംഭവിച്ചത്, നമ്മുടെ താല്പര്യത്തിനെതിരെ. അപ്പോൾ നീ നിൻ്റെ താല്പര്യം നോക്കി ജീവിച്ചു. സ്വാർത്ഥതയാണ് പറയുന്നത്. ആണും പെണ്ണും തമ്മിൽ പുറത്തു പോയി
ഇപ്പം ഞാൻ ഈ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. മേരി റോയുടെ ഒരു കേസ് വന്നു, ഈ സ്വത്തവകാശ തർക്കം സ്ത്രീകൾക്കും അത് കോടതി മേരി റോയ്ക്ക് അനുകൂലമായിട്ട് വഹിച്ചു. അപ്പോൾ ഒരു ജഡ്ജി ഒരു ചെറിയ കാഷ്വൽ കമൻറ്റ് നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഭൂമിയിൽ, മാതാപിതാക്കളുടെ ഭൂമിയിൽ ഈക്വൽ സ്വത്തവകാശം. അതിലൊരു വേദനിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ മറികടന്നുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് വന്നത്. ഈ സ്വത്തുണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ അധ്വാനിക്കുന്ന ആരാ? ആൺമക്കളാണ് കൂടുതലായിട്ട് അധ്വാനിക്കുന്നത്, പ്രത്യേകിച്ചും കാർഷിക വൃത്തിയിൽ. പെൺകുട്ടികൾ പക്ഷേ അവിടെ അതിലും വലിയ ജോലി ചെയ്യുന്നുണ്ട്. ഈ ആൺമക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അടുക്കളയിൽ ജോലി ചെയ്യുക എന്നുള്ള വലിയ മഹത്തായ ജോലി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 30,000 രൂപയാണ് ആവറേജ് ലോകത്ത് തന്നെ ശമ്പളമായിട്ട് നിശ്ചയിക്കാൻ പോകുന്ന അടുക്കള ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയുടെ, ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ അമ്മയുടെയും. അപ്പോൾ അത്രയും വാല്യുബിൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ ആണുങ്ങളെല്ലാം പാചകം ചെയ്യാനും പെണ്ണുങ്ങളെല്ലാം പറമ്പ് കിളക്കാനും വന്നാൽ എങ്ങനെ ഇരിക്കും? ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെ ഇരിക്കും? അത് അഡ്വക്കേറ്റ് വരും. പെൺകുട്ടികൾ പാടത്ത് പണിയാൻ പോകണം, ആൺകുട്ടികൾ വീട്ടിലെ പണി ചെയ്യണം. സംഭവിച്ചാൽ ഒരു സിനിമ കണ്ടത് ഓർക്കുന്നുണ്ട്, പേര് ഞാൻ മറന്നുപോയി. ജയറാമിന് പെണ്ണിൻ്റെ പ്രസവവേദന, പെണ്ണുങ്ങളെ കൂട്ടി ജീവിക്കണം, അല്ലെ ആണുങ്ങളെ കൂട്ടി ജീവിക്കണം, ഗർഭം ധരിക്കുക. അപ്പോൾ വാശി വെച്ച് ജയറാം സമ്മതിക്കുകയാണ്, ഞാൻ പെണ്ണാകാം, പെണ്ണിൻ്റെ കൂട്ടി ഗർഭം ധരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അവസാനം ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവം പ്രസൻറ്റ് ചെയ്ത് ജയറാമിനാണോ ഗർഭിണിയാക്കുകയാണ്. ഇത് വലിയ പ്രശ്നമായി. അവസാനം ഭാര്യയ്ക്ക് തന്നെ പറയേണ്ടി വന്നു, ഞാൻ തന്നെ ചുവന്നോളാമെന്ന് പറയേണ്ടി വന്നു. അതുപോലെ ഇത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. രണ്ടും രണ്ട് ലിംഗവ്യത്യാസം ജന്മനാ ഉള്ളതാണ്. അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള മാർഗം CPM വനിതാ നേതാക്കന്മാർ കണ്ടുപിടിക്കണം. എല്ലാവർക്കും കോമൺ ലിംഗമാക്കണം, പ്രശ്നം തീർന്നു.